ഒരു ഗ്രാമത്തില് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വിചിത്രമായിട്ടുള്ള സ്വഭാവമായിരുന്നു അവളുടെ. പൂന്തോട്ടവും പൂക്കളും ഒന്നും ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ കാണുമോ? എന്നാ ആ പെൺകുട്ടിക്ക് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. വീട്ടിൽ ആരെങ്കിലും പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോ അവക്ക് അതിലൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവളുടെ കിടപ്പുമുറിയുടെ ജനാലയ്ക്കരികില് പുറത്തൊരു റോസാ ചെടി വളർന്നു. ആദ്യമൊന്നും അവളത് ശ്രദ്ധിച്ചില്ല. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും രാവിലെ ആ ചെടിയും അതിലെ റോസാപ്പൂക്കളും ഒക്കെ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനവള് വെള്ളം കൊടുത്തു, വളമിട്ടു. എന്നും അതിനോട് അവൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അതിന് കഥകൾ പറഞ്ഞു കൊടുക്കും, പാട്ടുപാടിക്കൊടുക്കും. അങ്ങനെ ഒരു ദിവസം രാത്രി വലിയ കാറ്റും മഴയും വന്നു. കാറ്റിലും മഴയിലും ആ ചെടി നശിച്ചു പോവെന്ന് അവൾ ഭയന്നു. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോ അവളുടെ അമ്മ അവളോട് ചോദിച്ചു, നിനക്ക് ആ ചെടി അത്രയ്ക്കിഷ്ടായിരുന്നോ എന്ന്. അപ്പോൾ അവൾ മറുപടി പറഞ്ഞു, ആദ്യം ഇഷ്ടായിരുന്നില്ല, പക്ഷേ അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായപ്പോ ഞാനതിനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നു. ഇന്ന് ആ ചെടിയാണ് എനിക്കെല്ലാം. അത് നശിച്ചു പോയാ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ അടുത്ത ദിവസം മഴയൊക്കെ മാറി. പക്ഷേ ചെടി നശിച്ചില്ല. കുറച്ച് കൊഴിഞ്ഞു പോയി എന്നല്ലാതെ ചെടിയും അതിലെ പൂക്കളും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ സന്തോഷായി. പിന്നീട് അങ്ങോട്ട് അവൾ ആ ചെടിയെ എന്നും പരിപാലിച്ചു. ആ ചെടിക്കൊപ്പം ആ പെൺകുട്ടിയും വളർന്നു. ഞാൻ ഈ കഥ വർഷേ, മോൾ ഉറങ്ങിയോ? ഉറങ്ങിയതാണോ അതോ ഉറക്കം നടിക്കുന്നതാണോ? എന്തായാലും ഞാൻ ഇന്ന് ഉറങ്ങുന്നില്ല. നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ഞാൻ തോറ്റുകൊണ്ടേയിരിക്കുക. സുധി ഒറ്റപ്പെട്ടു പോയി. ഇപ്പോ ആരുമില്ല, എനിക്ക് തനിച്ചായി. ഒന്നിച്ചിരുന്ന് ബിയറടിക്കാൻ പോലും ആരും വരുന്നില്ല. അമ്മ, ഭാര്യ, അനിയന്മാര്, അച്ഛൻ എല്ലാരും കണക്കാ. ഞാൻ മാത്രം ഇപ്പൊ വലിയൊരു തോൽവിയായി പോയി. മധുവേട്ടാ, മധുവേട്ടാ, നമുക്ക് ഇറങ്ങിയാലോ? അവക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും സ്വീറ്റ്സും ഒക്കെ നമുക്ക് പോണ വഴി വാങ്ങാം. മഹിമേ, അവളെ കാണാൻ നീ എന്നും തനിച്ചല്ലേ പോകുന്നത്? ഇന്നും അങ്ങനെ തന്നെ പോയാ മതി. ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? എന്നത്തെയും പോലെയാണോ ഇന്ന്? മധുവേട്ടാ, നമ്മുടെ മോള് പ്രഗ്നന്റാ. അവളൊന്ന് കാണുമെന്ന് തോന്നില്ലേ നിങ്ങക്ക്? മഹിമേ, അവളൊന്ന് നമ്മുടെ മകള് മാത്രമല്ല, ഒരുത്തന്റെ ഭാര്യ കൂടിയാ. ഞാൻ വെറുക്കുന്ന ഒരുത്തന്റെ മകന്റെ ഭാര്യ. ആളുകൾക്ക് മുന്നിൽ വെച്ച് എന്നെ അവമാനിച്ച, എന്നെ തല്ലിയ ഒരുത്തന്റെ അനുജന്റെ ഭാര്യ. അവരുടെ വീട് ഇന്ന് അവളുടെ വീടാ. ആ വീട്ടിലേക്ക് ഞാൻ ഈ ജന്മം പോവില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മഹിമേ? മധുവേട്ടാ, നമ്മൾ ആ വീട്ടുകാരെ കാണാനല്ലല്ലോ പോകുന്നത്, നമ്മുടെ മോളെ കാണാനല്ലേ. എന്റെ വാക്ക് കേൾക്കാതെ പോയവളല്ലേ. അവൾക്കിപ്പോ ഭർത്താവും പുതിയ കുടുംബമുണ്ട്. പിന്നെ എന്തിനീ അച്ഛൻ? അവൾക്ക് അവര് മതി. ഞാൻ വരുന്നില്ല.
ആരുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും പകരം ആവില്ലല്ലോ. ഈ സമയത്ത് നിങ്ങൾ അവളെ കാണാൻ പോയില്ലെങ്കിൽ അവക്കത് വലിയ വിഷമാവും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ വർഷത്തിനിടയിൽ ചെറിയൊരു വിടവ് ഞങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. എന്റെ പൊന്നു മധുവേട്ടാ, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാ. അച്ഛനും അമ്മയെന്ന് പറഞ്ഞാലേ അവക്ക് അന്നും ഇന്നും ജീവനാ. മറ്റുള്ളവരെ പോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവക്ക് അറിയില്ല. ശ്രീകാന്തിനോടും അവന്റെ അച്ഛനോടുള്ള വാശി നിങ്ങൾ അവളോട് കാണിക്കല്ലേ. അവളെ കാണാൻ എന്റെ കൂടെ വരണം. മൈമേ, നീ പോയാ മതി, ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? അവളൊരു അമ്മയാവാൻ പോവല്ലേ. അച്ഛന്റെ അമ്മയുടെയും സ്നേഹവും അനുഗ്രഹവും ഒക്കെ ഏറ്റവും അധികം കിട്ടേണ്ട സമയമാ ഇത്. നിങ്ങൾ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. കുഞ്ഞുനാളില് അവക്കൊരു ചെറിയ പനി വന്നാ പോലും നിങ്ങൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവലിരിക്കുമായിരുന്നു. അവള് കരഞ്ഞാ നിങ്ങളും കരയുമായിരുന്നു. അവള് ചിരിച്ചാ നിങ്ങളും ചിരിക്കും. അവള് മാത്രമായിരുന്നു നിങ്ങളെ ലോകം. എനിക്കറിയാം, ഇപ്പോഴും അങ്ങനെ തന്നെയാ. നിങ്ങള് അവളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ വാ, നമുക്ക് അവളെ കണ്ടിട്ട് വരാം. ആ വീട്ടിലേക്ക് ഞാനില്ല. നീ വെറുതെ സംസാരിച്ച് സമയം കളയണ്ട, ചെല്ല്. മധുവേട്ടാ, ഈ സമയത്ത് നമ്മുടെ മോളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇന്നൊരു ദിവസത്തേക്കെങ്കിലും. നീ ചെല്ല് മഹിമേ. എന്താ ഈ കാണുന്നേ? എന്താ എന്തിനെങ്ങനെ ചിരിക്കുന്നേ? അല്ല, ഉറക്കം തൂങ്ങിക്കൊണ്ട് നീ മാല കെട്ടുന്ന കണ്ട് ചിരിച്ചതാ. നല്ല രസമുണ്ട് കാണാൻ. നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല അല്ലേ? ഇല്ല, ഞാൻ ഉറങ്ങാനല്ലല്ലോ അവളുടെ അടുത്തേക്ക് പോയത്. അവൾക്ക് കാവലിരിക്കാനല്ലേ. നീ അവളോട് സംസാരിച്ചിരുന്നോ? അങ്ങനെ കൂടുതലൊന്നും സംസാരിച്ചില്ല, ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഞാൻ പിന്നെ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അതില് പരോക്ഷമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വിഷയമുണ്ട്. അത് നന്നായി. നേരാമണ്ണം പറഞ്ഞ ചില കുട്ടികൾക്ക് മനസ്സാവില്ല. കഥയിലൂടെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് വേഗം മനസ്സാവും. വർഷ ഒരു കുട്ടിയാണല്ലോ. അല്ല, ശ്രീകാന്ത് ഉറങ്ങിയില്ലേ? നീ വർഷയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങി. രാത്രി നീ ഉറങ്ങിയെന്ന് കരുതി അവൾ ഈ ഡാൻസ് പോലുള്ള കലാപരിപാടി വല്ല ഒപ്പിക്കാൻ നോക്കിയോ? ഇല്ലില്ല, പേടിക്കാനൊന്നുമില്ല സച്ചേട്ടാ. പതിയെ പതിയെ അവളുടെ മനസ്സ് മാറിക്കോളും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് പിന്നെ പറയണോ?
അവൾ അമ്മയാവുന്നവരെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ അനിയത്തിക്കുട്ടിയല്ലേ സച്ചേട്ടാ. ഇനി നമുക്ക് ഊണും ഉറക്കവും ഒന്നും പ്രശ്നമല്ല. ആ കുഞ്ഞ് നഷ്ടപ്പെടരുത്. നമുക്ക് വേണോ ആ കുഞ്ഞിനെ? അവരാ കുഞ്ഞിന്റെ അച്ഛനും അമ്മയാണെങ്കിൽ നമ്മള് വല്യച്ഛനും വല്യമ്മയല്ലേ. അപ്പൊ അവരെക്കാൾ ഉത്തരവാദിത്തം നമുക്കാ. കാരണം നമ്മളാ അവരെക്കാൾ വലിയവര്. വല്യച്ഛനും വല്യമ്മയും എങ്ങനെയുണ്ട്? നമ്മളെ ആ കുഞ്ഞെ വല്യച്ചാന്നും വല്യമ്മാന്നും വിളിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിയേ. ഓർക്കുമ്പോ തന്നെ ഒരു കൊടിരി കയറുന്നു രേവതി. അപ്പൊ നേരിട്ട് വിളിക്കുമ്പോ എങ്ങനെയായിരിക്കും? എടാ നീ ഇതുവരെ ഇറങ്ങിയില്ലടാ. എന്തുപറ്റി? എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? എന്താടാ? പറയടാ. ചെറുപ്പത്തില് എന്നെ നോക്കിയിരുന്ന അതേ ഏട്ടനെയാ ഞാനിന്ന് കാണുന്നേ. അതേ മനസ്സുള്ള ഒരു ഏട്ടത്തെ എനിക്ക് കിട്ടി. എനിക്ക് മാത്രമല്ല, എന്റെ ഭാര്യയ്ക്കും. അക്കാര്യത്തില് എന്നെപ്പോലെ തന്നെ അവൾക്കും ഭാഗ്യമുണ്ട്. ചെറുപ്പം മുതലേ സച്ചേട്ടൻ ഇങ്ങനായിരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ അത് മാറുന്നവരെ സച്ചേട്ടൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. സ്കൂളിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ആദ്യം ഓടിയെത്തുന്നത് സച്ചേട്ടനാ. എന്റെ കാര്യത്തിലുണ്ടായിരുന്ന ആ ഒരു കെയർ ഇപ്പോഴും സച്ചേട്ടനുണ്ട്. പിന്നെ രേവതി എടുത്തി സ്വന്തം അനിയനെ അനിയത്തിയും പോലെയാ ഞങ്ങളെ കാണുന്നേ. വർഷയുടെ കാര്യത്തില് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോഴാ ആ പേടിയൊക്കെ ഒന്ന് മാറിയത്. നിങ്ങൾ കൂടെ ഉള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നേ? നമ്മൾ സ്നേഹിക്കുന്നവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അതെ, പക്ഷെ എല്ലാരെ കൊണ്ടും അതൊന്നും പറ്റില്ല സച്ചേട്ടാ. പറയുമ്പോ സ്നേഹമുണ്ടെന്നൊക്കെ പറയും, പക്ഷെ പ്രവൃത്തിയിൽ അതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അച്ഛനും അച്ഛമ്മയും അങ്ങനെ എന്നെ വളർത്തിയത്. ഒരാളുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കണമെന്ന് അവരെന്നെ പഠിപ്പിച്ചതാ. രേവതിയും അങ്ങനെ തന്നെ വളർന്നത്. നിങ്ങളുടെയൊക്കെ സന്തോഷത്തേക്കാൾ വലുതായിട്ട് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, അല്ലേ രേവതി? പിന്നല്ലാണ്ട്. എടാ, വർഷയുടെ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റു. നീ ധൈര്യമായിട്ടിരിക്കുക. അതെ, നീ ചെല്ല്, പോയി അവളോട് ഇരിക്കേ. ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടണ്ട. ശരി ഏട്ടാ. പക്ഷെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അച്ഛാ, ഇത് കണ്ടോ? സ്റ്റുഡിയോ പോണ്ട, ലീവ് എടുക്ക്, ഹോസ്പിറ്റലിൽ പോകണം ഞാൻ അവളോട് പറഞ്ഞതാ. എന്നിട്ട് അവള് കേട്ടില്ല. ലീവ് എടുക്കാൻ പറ്റില്ല. വർഷ, എന്തായാലും ഡോക്ടറെ കാണിക്കണം. ആന്റി, കേറി വാ. വാ വാ വാ. മോളെ, മോളെ, എന്റെ മോളൊരു അമ്മയാവാൻ പോകുന്നു. ഞാനൊരു അമ്മമ്മയും. എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ. ആ മഹിമ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇത്ര നേരത്തെ എത്തുമെന്ന് കരുതിയില്ല. എനിക്ക് വീട്ടിൽ ഇരുത്തം വരണ്ടേ ചന്ദ്രേ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പറയാ. ഇപ്പോഴെങ്കിലും നീ അമ്മയുടെ ആഗ്രഹം സാധിച്ചെന്നല്ലോ. എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമില്ലേ മഹിമേ? ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമല്ലേ? അതെ, രവിയേട്ടൻ പറഞ്ഞത് ശരിയാ.
എന്താടി കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നേ? പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. ഒന്നും വേണ്ട ചന്ദ്രമതി. ആ ആന്റി ഇരിക്കേ. മോള് വാ. വാ. വാ തുറന്നേ. വേണ്ടമ്മേ. കഴിക്കും മോളെ. കഴിക്കേ. കുറച്ചുകൂടെ കഴിക്കേ. മതി അമ്മേ. കഴിക്കേ. എന്താ അമ്മ എടുക്കുന്നത്? അമ്മയുടെ വക മോക്ക് ചെറിയൊരു ഗിഫ്റ്റ്. ദാ തുറന്നു നോക്ക്. തുറന്നു നോക്ക്. എന്താന്നറിയണ്ടേ? നോക്ക് നീ. ഞാൻ പിന്നെ നോക്കിക്കോളാം. നീ എന്താ വല്ലാതിരിക്കുന്നത്? മുഖത്തൊരു സന്തോഷമില്ലല്ലോ. ശ്രീകാന്ത് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല ആന്റി. അവനൊന്നും പറഞ്ഞില്ല, പക്ഷേ അവളെ എടുത്ത് തറയിൽ എറിഞ്ഞു, അത്രേ ഉള്ളൂ. സച്ചേട്ടാ, പിന്നെ അല്ലാതെ ചോദിച്ചു കേട്ടില്ലേ ശ്രീകാന്ത് എന്തെങ്കിലും പറഞ്ഞോന്ന്? അവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല മഹിമേ. അമ്മേ, അമ്മ എന്നെ കാണാനല്ലേ വന്നത്? കണ്ടല്ലോ, ഇനി പൊക്കോ. അങ്ങനെ എനിക്ക് പോവാൻ പറ്റുമോ? നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ടേ? എന്ത് കാര്യങ്ങള്? കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ദേ, ഇപ്പൊ നീ ജോലിക്കൊന്നും പോകണ്ട. കുറച്ചുനാള് നീ ലീവ് എടുത്ത് വിശ്രമിക്കണം. ശരീരം ശ്രദ്ധിച്ചോണം. മനസ്സിനെ കുഴപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതിനുള്ള അന്തരീക്ഷം ഈ വീട്ടിലുണ്ടോ? നീ ഡെലിവറി കഴിയുന്നവരെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നോ? അതെന്താ മഹിമേ അങ്ങനെ പറഞ്ഞേ? അതെ, ഇവിടെ എന്താ പ്രശ്നം? കല്യാണം കഴിഞ്ഞ മുതൽ അവൾ ഇവിടെയല്ലേ താമസിക്കുന്നത്? ഇവക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതിന് മുമ്പത്തെ പോലാണോ ഇപ്പോ? ഇപ്പൊ ഇവള് പ്രഗ്നന്റാ. ഈ വീട്ടിലാണെങ്കിലോ എന്നും വഴക്കും തമ്മിലടി. ഈ സമയത്ത് എന്റെ കൊച്ചിന് ഇതൊക്കെ ബുദ്ധിമുട്ടാ. ഈ വീട്ടിലാണെങ്കിലോ എന്നും വഴക്കും തമ്മിലടി. ഈ സമയത്ത് എന്റെ കൊച്ചിന് ഇതൊക്കെ ബുദ്ധിമുട്ടാ. ഇവിടെ എന്നും വഴക്കും തമ്മിലടിയാണെന്ന് ആന്റിയോട് ആരാ പറഞ്ഞേ? ഞാനും ഈ നാട്ടിലല്ലേ ജീവിക്കുന്ന ശ്രീകാന്തേ. ആന്റി, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ വർഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മോളെ, നീ ഇടയ്ക്ക് ഡോക്ടറെ കാണണം കേട്ടോ. നല്ല ഭക്ഷണം വേണം കഴിക്കാൻ. ഒരാൾ കൂടെ തന്നെ വേണം. ഇതുകൊണ്ടല്ലേ അമ്മ അങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നേ. ഡെലിവറി കഴിയുന്നവരെ നമുക്ക് വീട്ടിൽ കഴിയാം. എന്താ ഞങ്ങളൊക്കെ മോശം ഭക്ഷണമാണോ കഴിക്കുന്നത്? സച്ചേട്ടാ, നിർത്ത്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അമ്മ പോവാൻ നോക്ക്. എനിക്ക് സ്റ്റുഡിയോയിൽ പോണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ പറഞ്ഞേ ഉള്ളൂ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പിന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ് അയക്കാം. ഇനി അതും വേണ്ടെന്ന് പറയരുത്. എനിക്കൊന്നും വേണ്ട. ക്യാഷ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആന്റി, എനിക്ക് ഇവളെ നന്നായി നോക്കാനുള്ള കഴിവും മനസ്സും ഉണ്ട്. അത് ഇവൾക്കും അറിയാം. ആ ഒരു ധൈര്യത്തിലാ ഇവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നതും. തൽക്കാലം ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട. ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ അമ്മ വെറുപ്പിച്ചിട്ടാ പോവാറ്. അതിന് കാരണം അമ്മയുടെ നാക്കാ. ദേ വർഷേ, ഞാൻ വെറുതെ അല്ല പറയുന്നേന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാവും. ഡെലിവറിക്ക് മുമ്പേ തന്നെ നിനക്ക് വീട്ടിലേക്ക് വരേണ്ടി വരും. പക്ഷേ സമയം കളയണ്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകാം. ഇങ്ങോട്ടും ഇല്ല. മാറിക്ക്. വർഷേ, വർഷേ, ഏയ്, വർഷേ നിക്ക്. ഹായ്. ആ ഇരിക്കടോ. 2 ദിവസം വരെ തന്നെ കണ്ടില്ല. താൻ നാട്ടിൽ പോയിരുന്നോ? നാട്ടിൽ പോയതല്ല, ഒന്ന് പാലക്കാട് വരെ പോകേണ്ടി വന്നു.
കുറെ വർഷം മുന്നേ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു നരേന്ദ്രേട്ടന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? അദ്ദേഹത്തെ മറക്കാൻ പറ്റുമോ? നമ്മൾ കുറെ തവണ കൂടിയിട്ടുണ്ട്. ആ, അദ്ദേഹം മരിച്ചു. ഏ? ഞാൻ കാണാൻ പോയതാ. റിട്ടയർഡ് ചെയ്തതിന് ശേഷം പാലക്കാടായിരുന്നു താമസം. അയ്യോ, എന്തു പറ്റി? അസുഖമായിരുന്നോ? കുറച്ചു നാളായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ആരും കരുതിയില്ല. കഷ്ടമായി പോയല്ലോ. മരണവാർത്ത അറിഞ്ഞുടൻ ഞാൻ പോയി. ശവസംസ്കാരവും തുടർന്നുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ ഞാൻ വന്നത്. മരിക്കുമ്പോൾ ഒരിറ്റ് വെള്ളം കൊടുക്കാൻ പോലും അടുത്ത ആരും ഉണ്ടായിരുന്നില്ല. എന്തു പറ്റി? ഭാര്യയും മക്കളും ബന്ധുക്കളൊന്നുമില്ലേ? എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഒരു കാര്യവുമില്ലാതെ എല്ലാവരെയും ശത്രുക്കളാക്കി. ഒരു മോളുണ്ട്. അവൾ പ്രണയിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കനെ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. അന്നു മുതൽ മകളുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അയാളറിയാതെ ഭാര്യ ഇടയ്ക്ക് മകളെ പോയി കാണുമായിരുന്നു. മകള് പ്രഗ്നന്റ് ആയപ്പോൾ ചെന്ന് കണ്ടത് അദ്ദേഹം അറിഞ്ഞു. കാണുന്നത് വിലക്കി. മകൾ പ്രസവിച്ചപ്പോൾ അമ്മ പോയി കണ്ടു. ആ കാരണവും പറഞ്ഞ് ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പൊ മകൾക്കും ഭർത്താവിൻ്റെയും കൂടെ അവര്. ഭാര്യയും മകളെയും ബന്ധുക്കളെയൊക്കെ അദ്ദേഹം കണ്ടത് ശത്രുക്കളെ പോലെ മാനസികമായി വല്ലാതെ ഉപദ്രവിച്ചു. അവസാനം അസുഖമായി കിടക്കുമ്പോൾ പോലും അവര് തിരിഞ്ഞു നോക്കിയില്ല. മരിച്ചപ്പോഴും വന്നില്ല. ആളുകൾ എന്താ ഇങ്ങനെയൊക്കെ? ഒരു കാര്യമില്ലാതെ വെറുപ്പും വിദ്വേഷവും ശത്രുതയൊക്കെ കൊണ്ടു കിടക്കുക. അതും സ്വന്തം മകളോടും കുടുംബത്തോടും. ഇഷ്ടം പോലെ കാശുമുണ്ട്. എന്നിട്ടെന്താ കാര്യം? എല്ലാവരും ഉണ്ട്. എങ്കിലും ആരുമില്ലാത്ത ഒരു അനാഥനെ പോലെ അങ്ങ് പോയി. ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹം കൊടുത്താൽ അത് തിരിച്ചു കിട്ടും. എല്ലാവരും കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ നരേന്ദ്രേട്ടന്റെ ഗതി വരും മനുഷ്യർക്ക്. അയ്യോ അമ്മേ, എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ. അയ്യോ, ദേ ലേബർ റൂമിലേക്ക് അല്ല പോകുന്നേ, ഡോക്ടറെ കാണാനാ. ഓവറാക്കാതെ മിണ്ടായി. ആ വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും അവിടെ ഉള്ളവർ ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിപ്പിക്കാനും വേണ്ടി എന്നെ തള്ളിവിടുന്ന ആളല്ലായിരുന്നോ നിങ്ങള്? മനസ്സിലുള്ള ദുഷ്ടതകളൊക്കെ കളഞ്ഞ് മനസ്സ് ശുദ്ധീകരിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക. നന്നാവുക. ഞാൻ എവിടെ പോകണമെന്നുള്ള സർപ്രൈസ് അങ്ങ് പൊളിക്കാം. ഞാൻ പോകുന്നതേ റിട്ടയർഡ് ഡ്രൈവർ രവീന്ദ്രന്റെ വീട്ടിലേക്കാ, എന്റെ മകളെ കാണാൻ.